ധാറവാഡിൽ നടന്ന മരണം. 19 വർഷം മാത്രം പ്രായമുള്ള സക്കിയ. സക്കിയയുടെ മരണം വല്ലാത്ത വേദനിപ്പിക്കുന്ന മരണമാണ്. ജീവിച്ച് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചുകൊണ്ട് സക്കിയ മരണപ്പെട്ട വിവരം ആ കുടുംബത്തിന് അറിഞ്ഞപ്പോൾ, കുടുംബമെന്ന് പറഞ്ഞാൽ വളരെ മാന്യമായി ജീവിക്കുന്ന, ആരോട് വിദ്വേഷമോ പകയോ ഒന്നുമില്ലാതെ സന്തോഷത്തിൽ കഴിയുന്ന ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സക്കിയയുടെ നിക്കാഹ്. അതിനു വേണ്ടിയൊക്കെ സക്കിയയുടെ കുടുംബത്തിൽപ്പെട്ട തന്നെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം ബന്ധമൊക്കെ അവർ ഉറപ്പിച്ചിരുന്നു. അതിന് വിവാഹം കഴിക്കാനേ ബാക്കിയുള്ളൂ. എന്നാലോ സക്കിയ ഞാൻ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോയി വരാമെന്ന് പോയതാണ്. വൈകുന്നേരമായിട്ടും സക്കിയയെ തിരിച്ചു കാണുന്നില്ല. മാതാപിതാക്കൾ പിന്നെയും വൈകി വരും വരും, ഇപ്പോൾ വരും ഇപ്പോൾ വരും, പിന്നെയും പിന്നെയും കുറേ സമയമായി സക്കിയാനെ കാണാതിരിക്കുമ്പോഴാണ് പരാതിയുമായി പോയത്. അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ സക്കിയ എത്തിയത് മയ്യത്തായിട്ടാണ്. ആ കുടുംബം വല്ലാത്ത സങ്കടപ്പെട്ടു. സക്കിയാക്ക് മരണം സംഭവിക്കാൻ ഒരു കാരണവുമില്ല. ആരുമായിട്ട് അങ്ങനെ പിണക്കത്തിലൊന്നുമല്ല സക്കിയ. സക്കിയാക്ക് മരണം ഉറപ്പിച്ച സാബിർ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെയും വല്ലാത്ത കരച്ചിലാണ് സക്കിയയുടെ മരണം. കാരണം എൻ്റെ ഭാവിയിൽ തൻ്റെ പ്രിയ പത്നിയായി വരേണ്ട സക്കിയ മരിച്ചു എന്നുള്ള വാർത്ത ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ആ രീതിയിൽ ആ കുടുംബത്തോടൊപ്പം സക്കിയ അന്വേഷിക്കുന്നു. പിന്നെ അവർക്ക് കിട്ടിയത് സക്കിയയുടെ മയ്യത്താണ്. ആരാണിത് ചെയ്തിരിക്കുക? അങ്ങനെ സക്കിയോട് ആർക്കും അത്ര വലിയ വിദ്വേഷമോ പകയോ ഒന്നുമില്ല. കാരണം നല്ല അച്ചടക്കം ഒതുക്കമുള്ള പെണ്ണായിരുന്നു സക്കിയ. പിന്നെ അന്വേഷിച്ചു നോക്കുമ്പോൾ സക്കിയയുടെ മരണത്തിന് കാരണമായത് ഇതേ സ്വാഭിറാണ്. കുടുംബത്തോടൊപ്പം സക്കിയയുടെ മരണത്തിൽ ദുഃഖിച്ച് ഇങ്ങനെ സക്കിയയുടെ മരണത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരെ കൂടെ ഒന്നും അറിയാത്ത പോലെ, തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ അവരെ കൂടെ സക്കിയ അന്വേഷിക്കുന്ന സ്വാഭിറാണ് ഇതിൻ്റെ കാരണം. ഈ സ്വാഭിറാണ് സക്കിയയെ കൊന്നുകളഞ്ഞത് എന്ന അവസാനം പോലീസുകാരുടെ അന്വേഷണത്തിൽ കിട്ടുന്നത്. എന്തിനാണ് ഈ ഒരു കാര്യം ചെയ്തു? സ്വാബിർ തന്നെ തൻ്റെ കാറിൽ കൊണ്ടുപോകുന്ന സക്കിയെ തിരിച്ച് സക്കിയെ കാണാതിരിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം സ്വാബിറും അന്വേഷിക്കുന്നു. ഇതിൻ്റെ കാരണം പറയുന്നത് ഈ സ്വാബിറിന് മറ്റൊരാളുമായിട്ട് പ്രണയമുണ്ടെന്ന്. ഒരേ സമയത്ത് 2 പ്രണയം. കല്യാണം കഴിക്കാൻ പോകുന്ന സക്കിയയും മറ്റൊരാളും. ഇത് സക്കിയെ അറിഞ്ഞു. സക്കിയ ഇത് വല്ലാതെ വിമർശിച്ചു, ഈ പ്രണയം ശരിയല്ല എന്ന്. അങ്ങനെ വിമർശിച്ചപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെയാണ് ഈ ഒരു കൃത്യം ഇവൻ ചെയ്തു കൂട്ടിയത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രണയം പരിശുദ്ധമായി ദീൻ വെറുക്കുന്ന കാര്യമാണ്. ഒരിക്കലും പ്രണയം ആരോടായിരിക്കണം, മുഹബ്ബത്ത് ഏത് രീതിയിലായിരിക്കണം, ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രണയക്കെണിയിൽ അകപ്പെട്ടവരൊക്കെ തനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം ഇല്ല എന്ന് തോന്നിയാൽ, സ്നേഹമില്ല എന്ന് തോന്നിയാൽ, എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതിനൊക്കെ, എത്ര രീതികൾ അതൊക്കെ പറഞ്ഞ് അത് പരിഹരിച്ചുകൊണ്ട് അതിന് പകരമായി ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും കരളിൻ്റെ കഷ്ണമായ പൊന്നുമോളെ ജീവനെടുക്കുകയാണോ നാം ചെയ്യേണ്ടത്? നോക്ക്, ആ കുടുംബത്തിൻ്റെ എത്ര വലിയ ദുഃഖമായിരുന്നു. എന്നെ എത്ര കണ്ടവർ വിശ്വസിച്ചു, എൻ്റെ മകൾക്ക് നീ ഉണ്ടല്ലോ, നാം മരിച്ചാൽ പോലും പൊന്നുപോലെ നോക്കാൻ നീ ഉണ്ട് എന്ന. ഇതല്ലാതെ ആ മകൾ അവർക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, സാമ്പത്തികമായി കഴിവുള്ള നല്ല ഒതുക്കമുള്ള ഒരു കുടുംബമാണ്. പക്ഷേ ആ കുടുംബം നിന്നിൽ ഒരുപാട് വിശ്വസിച്ചു. നിനക്ക് അവൾ ഇഷ്ടമല്ല, മറ്റൊരു പ്രണയമാണെങ്കിലോ ഒഴിവാക്കാമല്ലോ. ഏതെല്ലാം രീതികളുണ്ടോ ഈ കൃത്യമാണോ ചെയ്യേണ്ടത്? ഇത് സക്കിയയുടെ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നു, ലോകത്തുള്ള എല്ലാ ജനങ്ങളെ കൊന്നൊടുക്കിയ ശിക്ഷയാണ് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്യുന്നവർക്ക് അള്ളാഹു നാളെ പരലോകത്ത് നൽകുന്നത്. ഒരാളെ മനസ്സിന് വേദനിപ്പിക്കൽ, ഒരാളെ കൊന്നുകളയൽ എന്നൊക്കെ പറഞ്ഞാൽ
അത് ഒരാൾ മാത്രമല്ല, സമൂഹത്തെ തന്നെ കൊന്നുകളഞ്ഞതുപോലെയാണ്. സക്കിയോട് ഇങ്ങനെയുള്ള സ്നേഹം, ഒരാളോട് മറ്റൊരാളുടെ സ്നേഹമുണ്ടെങ്കിൽ, അങ്ങനെ അവളെ എനിക്ക് വേണ്ടെന്ന് നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം വരെ തലാഖൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. 10 മക്കളുടെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനവൈരാഗ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിശുദ്ധമായ ദീൻ ഇവിടെ ത്വലാഖ് വെച്ചിട്ടുണ്ട്. ത്വലാഖൊക്കെ എന്തിനാണ് വെച്ചത്? ഒരാൾ ഇഷ്ടമില്ലെങ്കിൽ കൊന്നു കളയേണ്ടതല്ല, അവരെ ഒഴിവാക്കി കളയാമല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പിതാവ് പറയുന്നത് അങ്ങനെയാണ്: ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ ബിഇഹ്സാൻ. നിനക്ക് ഇഷ്ടമല്ലേ? എനിക്കെൻ്റെ പൊന്നുമോളെ ഞാനിതാ നിനക്ക് നിക്കാഹ് കഴിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ നിക്കാഹ് കഴിച്ചു തരുന്നുണ്ട്. എനിക്കെൻ്റെ പൊന്നുമോളെ ഒരുപാട് എൻ്റെ വീട്ടിലിരുത്തി ഇനി അവളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇവൾക്ക് ഭക്ഷണം കൊടുക്കാനോ ഇവളുടെ കാര്യം നോക്കാനോ എന്നെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന രീതിയിലല്ല അവർ തരുന്നത്. അവർ നിനക്ക് തരുന്നത് എന്നെക്കാളും വളരെ മനോഹരമായി എൻ്റെ മകളെ നീ നോക്കും. ഞങ്ങൾക്ക് മകളെ വീട്ടിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അവളോട് വെറുപ്പുള്ളത് കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ കരളിൻ്റെ കഷ്ണമേ നിനക്ക് തരാൻ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും എന്നെക്കാൾ നല്ലൊരു ജീവിതം എൻ്റെ മകൾക്ക് നീ നൽകുന്നുണ്ടെങ്കിൽ അതല്ലേ ഹൈറ് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിനക്ക് വിവാഹം കഴിച്ചു തരുന്നത്. ആ ഒരു നല്ല ചിന്തയിൽ, ആ ഒരു നല്ല രീതിയിലാണ് അവിടെ വിവാഹൻ്റെ സദസ്സിൽ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ നല്ല നിലയ്ക്ക് നീ നോക്കുമെന്നുള്ള ആ വിശ്വാസം കൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ പൊന്നുമോൾ ചെറിയ മകളാണ്. അവൾ എന്തെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങളോ എന്തെങ്കിലും നിനക്ക് വന്നു പോയാൽ തീർച്ചയായും ഒരു അപകടം എൻ്റെ മോൾക്ക് വരുത്തരുതേ. എൻ്റെ മോളെ എൻ്റെ കയ്യിലേക്ക് നീ തിരിച്ചേൽപ്പിക്കണം. ഞാൻ എൻ്റെ മോളെ പൊന്നുപോലെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. എന്നെക്കാൾ നല്ല രീതിയിൽ നിനക്ക് നോക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് ഞാൻ നിനക്ക് തരുന്നത് എന്ന് ഉടമ്പടിക്ക് ചെയ്തിട്ടാണ് തരുന്നത്. സാധിച്ചില്ലെങ്കിൽ ത്വലാഖ് ചൊല്ലി വീട്ടിലേക്ക് അയക്കാം. മറ്റൊരുപാട് മാർഗങ്ങൾ അതിലൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാളോട് മറ്റൊരാളുടെ ഇഷ്ടമുണ്ട്, ഇനി ഇതിനെ നീട്ടി നിർത്തിയാൽ എനിക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഇപ്പം എന്ത് സംഭവിച്ചു? കുറ്റം സമ്മതിച്ചു അല്ലേ? ഇവനൊക്കെ ഭൂമിയിൽ വെക്കാൻ പറ്റുമോ? ഇവനൊക്കെ ചെയ്ത കൃത്യം എത്രത്തോളം? കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം പഠിപ്പിച്ച് നല്ലൊരു സ്വപ്നം മാതാപിതാക്കൾ കണ്ട്, തൻ്റെ പൊന്നു മോനാണ്, മകൾക്ക് നല്ലൊരു ജീവിതം കാണണമെന്ന് സ്വപ്നം കണ്ട് അതിനു വേണ്ടി മാത്രം ആ മാതാപിതാക്കൾ ജീവിച്ച് ഇന്ന് നോക്കുമ്പോൾ സക്കിയയില്ല, മരണപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത്തരത്തിലുള്ള പ്രണയം നമുക്ക് വേണ്ട. ഹറാമിത്തിലൂടെ തുടങ്ങുന്ന ഈ പ്രണയമുണ്ടല്ലോ, അവസാനം വരെ ജീവിതത്തിൽ സന്തോഷത്തിൽ കഴിയാൻ സാധിക്കില്ല. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ പോലും ഇത്തരത്തിലുള്ള അവസ്ഥയിലാണ്. അള്ളാഹുവിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രണയങ്ങൾക്ക് ഒഴിവാക്കാൻ നമുക്ക് നല്ല മാതാപിതാക്കൾ ഇൻഷാ അള്ളാഹ് നല്ലൊരു സമയം നിങ്ങൾക്കുള്ള ആ വിവാഹം പ്രായമെത്തുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അവർ ഒരുക്കി തരും, ഉറപ്പായി തരും. അവർ നിങ്ങൾ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾ സ്വയം തീരുമാനം എടുക്കരുത്. എടുത്താലോ ഇങ്ങനെയുള്ള അവസ്ഥകൾ എത്ര സംഭവങ്ങളാണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം അവരുടെ ജീവിതം സന്തോഷത്തിൽ കഴിയുന്നില്ലല്ലോ. ഇവർക്ക് വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലോ എത്ര ഭീകരമായ ജീവിതമായിരിക്കും അവളത്. അള്ളാഹു ആ പൊന്നുമോൾക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഈ വാർത്ത നിങ്ങൾ മാധ്യമങ്ങളൊക്കെ കേട്ടവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.